ഏറ്റവും പുതിയ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ VXi എന്നുള്ള വേരിയൻറ്റിൻ്റെ അകത്തപ്പോൾ നമ്മളിരിക്കുന്നത്. ഈ ഒരു VXi വേരിയൻറ്റിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു 7-inch ആയിട്ടുള്ള സ്മാർട്ട് പ്ലേ പ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ അതിനകത്ത് OTA അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സാണ് വരുന്നത്, ട്യൂറ്റേഴ്സ് വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് ഉണ്ട്, ഇതിന് റിയർ വ്യൂ ക്യാമറ വരുന്നില്ല. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമുക്ക് ടാറ്റ നെക്സോണിലൊക്കെ കണ്ടിട്ടുള്ള ഈ ടാറ്റയുടെ പല കാറിൽ കണ്ടിട്ടുള്ള എക്സ്പ്രസ് കൂൾ എന്നുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് സ്വിഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഈ മാക്സ് AC എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ മാക്സിമം സ്പീഡിനകത്ത് പോകും. ഇങ്ങനെ സൗണ്ട് ഉണ്ടാകുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കംപ്ലീറ്റ്ലി പെട്ടെന്ന് തന്നെ ക്യാബിൻ കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറായിട്ടാണ് മാക്സ് AC എന്നുള്ളൊരു ഫീച്ചർ സ്വിഫ്റ്റിനകത്ത് മാരുതി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു മാനുവൽ AC യൂണിറ്റാണ്, ഓട്ടോ AC അല്ല വരുന്നത്. അത്യാവശ്യം നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ AC യൂണിറ്റിനും ബാക്കി എല്ലാ കാര്യത്തിനും കൊടുത്തിട്ടുള്ളത്. പുതിയ സ്വിഫ്റ്റിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.